ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ കൂട്ടായ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ സമുദായത്തിൽ ഇഴുകിച്ചേർന്ന് 42 വർഷക്കാലം ജീവിച്ച ഒരു സഹോദരിയാണ് ഞാൻ. എന്നാൽ നീണ്ട 13 വർഷത്തെ മാരമാരോഗത്തിന് അടിമയായി കർത്താവ് എന്നെ തിരഞ്ഞെടുക്കുകയാണ്. എനിക്കൊരു വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ത്യൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രത്യേക വിശ്വാസം, എനിക്ക് ഇത്തരം ദൈവത്തോട് വിശ്വാസമുണ്ട്. അമ്പലങ്ങളിൽ ഞാൻ പോവുകയില്ല. എൻ്റെ ഭർത്താവ് ക്ഷേത്രത്തിലെ വലിയ ഭക്തനാണ്, സ്വറ്റാനിക്കൽ. അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് വന്ന ഉടനെ പുള്ളി ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. ഞാൻ എവിടെ പോയി ഇരിക്കുകയുള്ളൂ, ഞാൻ ചെയ്യുകയാണ്. എനിക്കൊരു വിശ്വാസമില്ല, കല്ലും മുട്ടിയൊക്കെയാണെന്നാണ് ഞാനെന്ന് പറയുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ 13 വർഷക്കാലം മാരമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2-3 കത്തൊക്കെ എഴുതി. ഞാൻ ഹൈന്ദവയാണെങ്കിലും പള്ളിയിൽ അച്ഛന്മാരൊക്കെ കൊച്ചുനാൾ പോലെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഞാൻ 3 കത്തൊക്കെ എഴുതി വെച്ചു. ഈ ആശുപത്രികളിലെല്ലാം കയ്യിലിറങ്ങിയിട്ട് ഒരു സ്ഥലത്തും എനിക്ക് രോഗത്തിന് ശമനം കിട്ടിയില്ല. കാരണം 3000 സ്ത്രീയിൽ ഒരു സ്ത്രീക്ക് എന്ന പോലെ പ്രസവത്തോടെ ഉണ്ടാകുന്ന ഒരു രോഗമായിരുന്നു എനിക്ക്. പ്രസവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹാർട്ട് ബ്ലോക്ക് ആകുക, ഈ പൾസ് എല്ലാം നിന്നു പോവുക. അപ്പൊ ഇന്ന് ഈ സമയത്ത് ഞാൻ ബോധം കെടുവാണെങ്കിൽ നാളെ ഈ സമയത്തെ ബോധം കെടുവുള്ളൂ. അങ്ങനെ ഭയങ്കര അവസ്ഥ. എനിക്ക് 4 പൊടിക്കുഞ്ഞുങ്ങളാണ്. പക്ഷെ 2ാമത്തെ കുട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ രോഗാവസ്ഥ തുടങ്ങിയത്. പക്ഷെ അന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയ്ക്ക് പ്രസവത്തോടെ തലയ്ക്ക് ബ്ലഡ് കയറിയതാണ് ഇങ്ങനെയെന്ന്. പക്ഷെ 4ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ മെഡിക്കൽ കോളേജ് ഇപ്പോൾ അവിടുത്തെ കേസ് എന്ന് പറഞ്ഞ കാർഡിയോളജിസ്റ്റ് ഡോക്ടറാണ് എനിക്ക് ആ രോഗം കണ്ടുപിടിച്ചത്. അങ്ങനെ 13 വർഷക്കാലം ആ രോഗത്തിന് ഞാൻ ചികിത്സ തേടി. പക്ഷേ വൈദ്യസഹായത്തിന് എന്നെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ഈ മകൾ മരിക്കും, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും ഈ മരിക്കാനും. ഗർഭപാത്രത്തിനകത്ത് 3 മുഴയുണ്ടായിരുന്നു, അത് പഴുത്ത് പൊട്ടാനായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഒരു ആത്മഹത്യ ചെയ്തേക്കാം. 3 കത്തെഴുതി. ഒന്ന് പള്ളിയിലച്ഛനും വെച്ചു, ഒന്ന് എൻ്റെ കൂട്ടത്തിൽ എന്നും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യാനിറ്റി. ആ അമ്മച്ചിക്ക് എഴുതി. ഒരു കത്ത് എൻ്റെ ഭർത്താവിന് എഴുതി അവിടെ വെച്ചു. അങ്ങനെ വെച്ച രാത്രി നല്ല മഴയുള്ള സമയമാണ്. ഞാൻ ആത്മഹത്യ 2 മണിക്ക് ഇറങ്ങി പോകണം. അങ്ങനെ ഇതെല്ലാം എഴുതി വെച്ച് എല്ലാവർക്കും കഞ്ഞിയും കൊടുത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 12 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. കുഞ്ഞുങ്ങളെല്ലാം എല്ലാം ബോധിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് പോയി അവരുടെ കാലയിലൊക്കെ ഉമ്മ വെച്ചു, മുഖത്ത് ഉമ്മ വെച്ചു, ജീവിത പങ്കാളിയുടെ കാലും ഉമ്മ വെച്ചു, 2 കവളും ഉമ്മ വെച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ റോഡിന് ഞങ്ങളുടെ പെരയുടെ റോഡ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2 അടി വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു ശബ്ദം ഇങ്ങനെ, ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്, നീ പോയി ആത്മഹത്യ ചെയ്താൽ നിന്റെ 4 കുഞ്ഞുങ്ങളും ഭർത്താവും എന്ത് ചെയ്യും? എനിക്കിപ്പോൾ ആര് എത്താനല്ല, ഞാൻ ആകാന്നുള്ള എൻ്റെ ലക്ഷ്യം. ഞാനങ്ങനെ പോയി. വീണ്ടും 2 അടി മുന്നോട്ട് വെച്ച് വീണ്ടും എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ പോയി ആത്മഹത്യ ചെയ്താൽ നിന്റെ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും ആരുണ്ടെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ കയറി. അപ്പോൾ ഒരു കരിയൊന്നുമില്ല, ഒരു ചെറിയ പച്ച ഓല വെച്ച് വില വെച്ചിട്ട് ഒരു സാരി പറിച്ചിട്ടേക്കുന്നത്. അതൊക്കെ അതിന് കയറി വേഗം പോയി കത്തൊക്കെ കത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം, ഞാൻ ആരോടും പറഞ്ഞില്ല, 2 ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ചേച്ചിനെ യേശു സ്നേഹിക്കുന്നുണ്ട്, ചേച്ചീനെ യേശു സ്നേഹിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോരം ചേർത്തിപ്പഴങ്ങളുണ്ട്, പിന്നെ എന്തിനാ യേശു ഈ പാപിയെ എന്നെ സ്നേഹിക്കുന്നതെന്ന്. അന്നേരം പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ ആ രോഗമില്ലേ, ഇവിടെ രോഗമില്ലെന്നൊക്കെ കാണിച്ചു ചോദിച്ചു. ഞാൻ ഒരു രോഗമുണ്ട്, അതൊക്കെ സുഖപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോക്കോ, ഇത് ക്രിസ്ത്യാനിമാരുടെ പണിയാ, എല്ലാ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയാക്കാം, അതുകൊണ്ട് നീ പൊക്കോളാൻ പറഞ്ഞ് തിരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, എനിക്ക് അനുദിനം രോഗം മൂർച്ഛനാവസ്ഥയിൽ കടന്നു വരികയാണ്. അങ്ങനെ വീണ്ടും പിറ്റേ ആഴ്ച ഇവൻ വന്നു. അപ്പം ഞാൻ ശല്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ജോലി വന്നാൽ എന്നാ ചെയ്യുന്നത്? എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു, അമ്മയാ അതിപ്പോൾ ഏത് മതമായാലും എന്നാ, അമ്മയ്ക്ക് സുഖം പ്രാപിച്ചാൽ പോരെ, അമ്മ പോക്കോളാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, എന്നാ നീ പോവും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 52 പേരെ ഒരു ബസ്സിന് ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നി ദൈവം കുടുങ്ങിപ്പോയി, പോരേണ്ടിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എനിക്ക് ഇറങ്ങി പോകണം. അപ്പം ഞാനോട് പറഞ്ഞു, എന്നെ കൊണ്ടുവന്നോട് ഞാൻ പറഞ്ഞു, എന്നെ മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോയി, ഞാനിപ്പോൾ ഈ മുതലേ പറഞ്ഞു. അവർ പേടിച്ചു. ഞാൻ പറഞ്ഞ് ചെയ്യാൻ അറിയാവുന്നവരാ. അവർ തിരിച്ചെന്ത് ചെയ്തു, അവർ അച്ഛനടുത്ത് പോയി. അച്ഛനടുത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ആരും ചാടുകയെന്ന് പറഞ്ഞു. വീണ്ടും വന്ന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം ചാടും വരാൻ പറഞ്ഞു. അവർ പോകുന്നില്ല. അങ്ങനെ എന്നെ കൗൺസിലിംഗ് കൊണ്ടുപോയി ഒരു സിസ്റ്ററിൻ്റെ മുമ്പിൽ കൊണ്ടുവരുത്തിയപ്പോൾ സിസ്റ്റർ എന്നെ കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷമിക്കാണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ക്ഷമിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ക്ഷമിക്കാൻ പറ്റിയെന്ന്. ഞാനല്ല മോളെ പറയുന്നത്,
ദൈവമാണെന്ന് പറഞ്ഞു, യേശു ആണെന്ന് പറഞ്ഞു. യേശു അല്ല ആര് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എണീറ്റ് പോകും, നിങ്ങൾക്ക് രോഗശാന്തി കിട്ടുകയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ നമുക്കുണ്ടല്ലോ ഹൈന്ദവർക്ക് മാത്രമുള്ള ഒരു പ്രാർത്ഥനയിൽ അബ്രാഹം അച്ഛനടുത്ത് വന്നു, മോളെ മോക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല അല്ലേ, എന്നാൽ കർത്താവ് മോക്ക് ക്ഷമിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ ഈ അച്ഛൻ ഈ പറയുന്ന കാര്യമൊക്കെ എന്നെ കൊണ്ടുപോയ ആൾക്കാർ ഈ അച്ഛനോട് പറഞ്ഞിട്ട് അവരെന്നോട് പറയാമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, മോളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയല്ലേ, ഞാൻ നിന്നോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്നെ ഇവിടെ കൊണ്ടുവന്ന സഹോദരൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുകയാണ് ഇതിൽ എന്തോ കാര്യമുണ്ട്. ഇത് ശരി, കാരണം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒഴിവായ നിമിഷം മുതൽ ആ അച്ഛൻ മുമ്പിരിക്കുന്ന ആ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും വൈദ്യ അച്ഛൻ ഇങ്ങനെ പറയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു അസ്വസ്ഥ. പറഞ്ഞു, നീ പൊക്കോ, നീ പോയി അവിടെ ഇരുന്നു, കർത്താവ് ക്ഷമിക്കാൻ സാധ്യത. പ്രിയപ്പെട്ടവരെ അങ്ങനെ പോയി. വ്യാഴാഴ്ച 3 മണിയായപ്പോൾ പനക്കലത്തിന് ക്ഷമിക്കുന്ന ക്ലാസ്. അച്ഛൻ പറഞ്ഞു ക്ഷമിക്കാൻ സാധിക്കാത്ത 113 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ നമുക്കൊന്ന് സ്തുതിക്കാന്ന് പറഞ്ഞു. അവനെ സ്തുതിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു 13 പേരുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ സ്തുതിച്ചു. അപ്പൊ ഞാൻ സ്തുതിക്കുന്നു, എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അരിശം എനിക്ക്. പിന്നെ അച്ഛൻ പറഞ്ഞു കഠിന ഹൃദയരായിട്ട് 3 പേർ ഇരിപ്പുണ്ട്, നമുക്ക് എഴുന്നേറ്റ് സ്തുതിക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ആ നിമിഷം എല്ലാവരും ചാടി എഴുന്നേറ്റ് സ്തുതിക്കാതിലൊന്നും ഞാനായിരുന്നു. ഒരു സെക്കൻഡ് സ്തുതിച്ചപ്പോഴത്തേനും ഞാൻ ചേർന്ന് തന്നെ ആരോ വലിച്ചേപ്പിച്ച് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ക്ഷമിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ ഈ നിൽക്കുന്ന രൂപത്തിലേക്ക് നോക്കുക, എന്നിട്ട് 2 പേരെ അവിടെ ഇവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുക നിർത്തി. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇതാ ക്ഷമിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ ഞാൻ പറഞ്ഞ പ്രാർത്ഥന എല്ലാം പറഞ്ഞത് ബഹുമാനം പനക്കരത്തിൽ അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന എന്ന്. അപ്പോൾ ഇങ്ങനെ 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുത്തവൻ കൊലപാതകി എന്ന്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ കൊലപാതകം ചെയ്തിട്ട് ഒരു പാപം ചെയ്ത് ഞാൻ പോയത്. കൊലപാതകയാണെങ്കിൽ ഞാൻ തീർച്ചയായും കൊലപാതകന്റെ സഹോദരനെ വേണ്ടിയിട്ട് 13 വർഷമായി ഗൾഫിൽ പോകാൻ കൂടെ മണം കൊണ്ട് തിരിച്ചറിയാതെ എന്നെ ചീത്ത വിളിച്ചതുകൊണ്ട് 3 സഹോദരനോട് വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യൂട്യൂബ് ചാനൽ വരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹിതരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുക, നിങ്ങളെ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ദുഃഖമോ ദുരിതമോ കഷ്ടപ്പാടോ വിഷമോ വരുമ്പോൾ നമുക്ക് ആരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തു. ഞാൻ നിങ്ങൾ പറയുകയാണ്, ഏത് വേദന വന്നാലും എങ്ങോട്ടും പോരണ്ട, നിങ്ങൾ കാൽവരി കിടത്തുന്ന കുരിശിന്റെ രൂപത്തിൽ നിന്ന് കുരിശിന്റെ രൂപം കണ്ട് അവിടെ മുട്ടുകുത്തി നിങ്ങളെല്ലാം അവിടുന്ന് പറയുക, നിങ്ങളെ അവിടുന്ന് കർത്താവ് ഏറ്റെടുക്കും എന്ന്. ഞാൻ 31 വർഷമായി യേശുവിനെ അറിഞ്ഞിട്ട് 30 വർഷത്തോളമായി ഞാൻ ദൈവത്തിന്റെ അനേക മക്കൾക്ക് വേണ്ടി യേശുവിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ മാടി വിളിക്കുന്ന, നമ്മളെ തോളോട് ചേർത്ത് വെച്ച് മാറിലെടുത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്, യേശു ക്രിസ്തു. ആ യേശുവിലേക്ക് എല്ലാവരും കരങ്ങൾ നിങ്ങളട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ലൂക്ക 2:12 വചനത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. നിങ്ങളെയും ദൈവം ഈ എന്നെ പോലെ ആയിട്ട് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും.